നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി. ഇടത് വലത് BJP വിരുദ്ധ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമെന്ന് കേരള അധ്യക്ഷൻ വിനോദ് മാത്യു റിപ്പോർട്ടറിനോട് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ, സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ കേരളത്തിൽ പ്രചരണത്തിനെത്തും. എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്നും വിനോദ് മാത്യു പറഞ്ഞു. 140 സീറ്റിൽ മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാനൊരു സ്പേസ് ഞങ്ങൾ കൊടുക്കുകയാണ്. ഒരു വെൽഫെയർ പൊളിറ്റിക്സിനുള്ള സ്പേസ് കൊടുക്കുകയാണ്. ഇടത് വലത് BJP ജനങ്ങളും അടുത്ത ഒരു സെനാരിയോ ഉണ്ട് കേരളത്തിൽ. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാചകം ഗോ ഹെഡ് എന്നാണ്, മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്ക് മുമ്പോട്ട് കാര്യമില്ല, അങ്ങ് വരണം. അദ്ദേഹം റെഡി, വരാമെന്നും പറഞ്ഞു. കേരളത്തിൽ തവണ വളരെ ഒരു മൂവ്മെൻറ്റ് ആം ആദ്മി പാർട്ടിയുടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഞങ്ങളുടെ വിദ്യാസമ്പന്നരായിട്ടുള്ളവരുണ്ടാവും, യൂത്ത് ഉണ്ടാവും, അതുപോലെ സാധാരണ മനുഷ്യരുണ്ട്. ആം ആദ്മി അറിയാമല്ലോ, സാധാരണ മനുഷ്യർ. ഇപ്പോൾ ഡൽഹിയിൽ ഞാനിന്ന് നോക്കി, ഇവർ MLA ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവരുണ്ടാവും, ലേഡീസ് ഉണ്ടാവും, യൂത്തിന് വലിയ റെപ്രസെൻറ്റേറ്റീവ്. അപ്പം നമുക്കിപ്പം നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, ആം ആദ്മി പാർട്ടി കേരളത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുള്ളതാണ്. എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം, ഉദ്ദേശം? അരുൺ, 140 മണ്ഡലങ്ങളിലും മത്സരിക്കാനുള്ള അനുമതി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിക്ക് കേരള ഘടകത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇന്നലെയാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത്. കൂടിക്കാഴ്ചയിൽ കൃത്യമായ അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയും അരവിന്ദ് കെജ്രിവാളും സഞ്ജയ് സിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ പ്രചാരണത്തിന് വേണ്ടി എത്താമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാണ് വിനോദ് മാത്യു അടക്കമുള്ള പ്രധാനപ്പെട്ട ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. പ്രധാനമായും ഇടത് വലത് BJP വിരുദ്ധ വോട്ടുകളാണ് ഇവർ ലക്ഷ്യവെക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളെക്കാൾ ഉപരി ജനങ്ങൾക്ക് സൗജന്യങ്ങൾ എപ്പോഴും നൽകുക. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി ദില്ലിയിലും പഞ്ചാബിലും ഒക്കെ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമായും സൗജന്യങ്ങൾ, ഫ്രീബീസാണ് പ്രധാനമായും ഉയർത്തിക്കാണിച്ചത്. അത്തരത്തിലുള്ള പ്രചരണമായിരിക്കും, സൗജന്യ വെള്ളം, സൗജന്യ വൈദ്യം, അത്തരത്തിലുള്ള പ്രചരണമായിരിക്കും നടത്തുക എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. 140 മണ്ഡലങ്ങളിലും വിദ്യാസമ്പന്നരും സാധാരണക്കാരുമായ ആളുകളെയൊക്കെ മത്സരിപ്പിക്കാൻ നീക്കമാണ് നടക്കുകയും ചെയ്യുന്നത്. ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3 വാർഡുകളിൽ മത്സരിച്ച് ജയിക്കാനുള്ളൊരു കഴിവ് ആം ആദ്മി പാർട്ടിക്കുണ്ടായി. അത് വലിയ നേട്ടമായി തന്നെ അവർ കരുതുന്നത്. കാരണം മുന്നണികളൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് 3 വാർഡിൽ ജയിക്കാൻ കഴിഞ്ഞു. പലയിടത്തും 2ാം സ്ഥാനത്തെ സാഹചര്യം ഉണ്ടായി എന്നൊക്കെ അവർ പറയുന്നു. സ്വാഭാവികമായും അതൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഒരു ഊർജ്ജമാണ് എന്നാണ് പറയുന്നത്. അതാണെങ്കിലും ആം ആദ്മി പാർട്ടി സജീവമായി തന്നെ പ്രചരണ രംഗത്ത് ഉണ്ടാകും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പല ഘട്ടങ്ങളിൽ 2020 ഒരു സഖ്യം ഉണ്ടാക്കാനൊക്കെ ആം ആദ്മി പാർട്ടി ശ്രമം നടത്തിയത്, അതൊക്കെ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാണിക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. പല മണ്ഡലങ്ങളും ഒരുപക്ഷെ കുറച്ച് വോട്ടുകൾ പിടിച്ചാൽ ഒരു വലിയ ശക്തിയായി മാറാൻ തങ്ങൾ കഴിയും, പിന്നീട് മുന്നണി രാഷ്ട്രീയത്തിലേക്ക് വരാൻ കഴിയും എന്ന പ്രതീക്ഷയും ആം ആദ്മി നേതാക്കൾക്ക് എന്താണെങ്കിലും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി 140 മണ്ഡലങ്ങളിൽ ജയിക്കും. ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. അരുൺ, ഓക്കെ, വിനോദ് മാത്യുവാണ് ഡൽഹിയിൽ നോബൽ ബാരിക്കാരനോട് പ്രതികരിച്ചിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തും.